ചില സിനിമകൾ തിയേറ്ററിൽ നന്നായി ഓടാറില്ല. ഒരുപക്ഷെ OTT വരുമ്പോൾ ഒത്തിരി പേർ കാണുകയും എന്തുകൊണ്ട് ഈ നല്ല സിനിമ തിയേറ്ററിൽ പോയി കാണാൻ സാധിച്ചില്ല എന്നൊരു കുറ്റബോധവും ഉണ്ടാക്കും. ഇന്ന് വലിയ ബഡ്ജറ്റിൽ വരുന്ന പല സിനിമകളും സ്ട്രോങ് ആയ സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും ഇല്ലാതെ ഹിറ്റടിക്കുമ്പോൾ ചില നല്ല സിനിമകൾ നമ്മൾ കാണാതെ പോവുകയും ചെയ്യും. സിനിമ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന എല്ലാ സിനിമകളും നമുക്ക് ഓക്കെയാണ്. പക്ഷേ നമ്മൾ കാണാൻ വിട്ടുപോയ അല്ലെങ്കിൽ പരാജയമെന്ന് കരുതി കാണാതെ പോയ ഒത്തിരി നല്ല സിനിമകളും നമ്മുടെ മലയാളത്തിലുണ്ട്. ഇക്കഴിഞ്ഞ കാലങ്ങളിൽ അത്തരം സിനിമകളെ നമ്മൾ വിളിക്കുന്നത് അണ്ടർ റേറ്റഡ് മൂവീസ് എന്നാണ്. സോ മലയാളത്തിലെ മികച്ച 10 അണ്ടർ റേറ്റഡ് മൂവീസ് ഏതൊക്കെയെന്ന് നോക്കാം. 10ാം സ്ഥാനത്ത് പെരുമാനി. 2024 മജുവിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു പെരുമാനി. സണ്ണി വൈൻ, വിനയ് ഫോർട്ട്, ലുക്മാൻ അവറാൻ എന്നിവർ പ്രധാന റോളുകൾ ചെയ്ത പെരുമാനി ഒരു കോമഡി ഡ്രാമയായിരുന്നു. 2024 തിയേറ്ററുകളിലെത്തിയ സിനിമ ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാണ് OTTയിലെത്തിയത്. പെരുമാനി എന്ന ഗ്രാമ പശ്ചാത്തലത്തിന്റെ കഥ പറഞ്ഞ സിനിമ OTT വന്ന ശേഷം ഒത്തിരി പേർ കണ്ട് പോസിറ്റീവ് റിവ്യൂസും പറയുകയുണ്ടായി. എങ്കിലും അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു നല്ല ചിത്രമായിരുന്നു പെരുമാനി. 9ാം സ്ഥാനത്ത് രസികൻ. 2004 ലാൽ ജോസിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു രസികൻ. ദിലീപും സമത സുനിലും ഒന്നിച്ചഭിനയിച്ച സിനിമ ഒരു കോമഡി ത്രില്ലർ ജോണറിൽ വന്ന പടമായിരുന്നു. മുരളി ഗോപിയുടെ റേറ്റിംഗിൽ വന്ന രസികൻ TV-യിൽ ഒരുപക്ഷെ ചിലരൊക്കെ കണ്ടിരിക്കും. പക്ഷേ തിയേറ്ററിൽ ആളു കയറാത്ത ഈ സിനിമയും വലിയൊരു ഓഡിയൻസിനെ കവർ ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ് കാരണം. ദിലീപിന്റെ അണ്ടർ റേറ്റഡ് സിനിമകളിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമയാണ് രസികൻ. 8ാം സ്ഥാനത്ത് ഒരു കുപ്രസിദ്ധ പയ്യൻ. 2018 മധുബാലിന്റെ ഡയറക്ഷൻ വന്ന ഒരു ക്രൈം ഡ്രാമ സിനിമയായിരുന്നു ഇത്. അധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാതെ പോയ ഒരു നല്ല ടൊവിനോ സിനിമ കൂടിയായിരുന്നു ഒരു കുപ്രസിദ്ധ പയ്യൻ. ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും ടൊവിനോ ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ ആർക്കും വളരെ നല്ലതായിരുന്നു. എന്തുകൊണ്ടും ഇതും ഒരു നല്ല സിനിമയായിരുന്നു. 7ാം സ്ഥാനത്ത് ആഗതൻ. 2010 കമൽ സാറിന്റെ ഡയറക്ഷനിൽ ദിലീപ് നായകനായി വന്ന സിനിമയായിരുന്നു ഇത്. ഒരുപക്ഷെ അക്കാലത്ത് ആരും ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് ഈ സിനിമ കണ്ട് കൊള്ളാമെന്ന് പറഞ്ഞവരും ചുരുക്കമാണ്. സോ ആഗതൻ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. സത്യരാജ് ദിലീപ് കോംബോയിൽ വന്ന ആഗതന്റെ സ്ക്രീൻ പ്ലേ വളരെ എൻഗേജിംഗ് ആയ ഒന്ന് തന്നെയാണ്. 6ാം സ്ഥാനത്ത് ഫയർമാൻ. 2015 മമ്മൂട്ടി നായകനായി വന്ന സിനിമയായിരുന്നു ഫയർമാൻ. ദീപു കരുണാകരന്റെ ഡയറക്ഷനിൽ വന്ന ഈ സിനിമ ഒരു ഇൻസിഡന്റിനെ ബേസ് ചെയ്തുള്ളതാണ്. മലയാളത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത സിനിമയെന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്. സോ അത്രമാത്രം എഫേർട്ട് ഇട്ട് വന്ന ഫയർമാനും അധികം ആരും ശ്രദ്ധിക്കാതെ പോയ സിനിമയായിരുന്നു. ചാല LPG ടാങ്കർ ദുരന്തത്തെ ആസ്പദമാക്കി വന്ന ഫയർമാൻ കാണുന്ന ഓഡിയൻസിന് നല്ലൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ്. 5ാം സ്ഥാനത്ത് ഇവിടെ. 2015 അജയൻ വേണുഗോപാലിന്റെ റേറ്റിംഗിൽ ശ്യാം പ്രസാദ് ഡയറക്ട് ചെയ്തു വന്ന സിനിമയായിരുന്നു ഇവിടെ. പൃഥ്വിരാജ്, നിവിൻ പോളി, ഭാവന എന്നിവർ ലീഡ് റോളുകൾ ചെയ്ത സിനിമ ഒരു അടിപൊളി ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു. കാരണം അത്രമാത്രം സ്ട്രോങ് ആയ സ്ക്രീൻ പ്ലേ ആയിരുന്നു ഈ സിനിമയുടേത്. ചില സിനിമകൾ റിലീസായ സമയം, അതായത് ആ ഒരു സിനിമ വന്ന ടൈമിംഗ് മോശമായിരുന്നു എന്ന് പറയില്ലേ, അത്തരത്തിൽ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നതിൽ ഒത്തിരി പേർ കണ്ടിരിക്കാൻ സാധ്യതയുള്ള സിനിമ കൂടിയായിരുന്നു ഇത്. 4ാം സ്ഥാനത്ത് ലെവൽ ക്രോസ്. 2024 അൽഫാസ് അയ്യൂബിന്റെ ഡയറക്ഷനിൽ വന്ന സിനിമയായിരുന്നു ലെവൽ ക്രോസ്. ആസിഫ് അലി, അമല പോൾ എന്നിവർ അഭിനയിച്ച ഒരു സൈക്കോളജിക്കൽ ഡ്രാമയായിരുന്നു ഇത്. ഈ ഒരു സിനിമയുടെ മേക്കിങ്ങും പ്രത്യേകിച്ച് ആർട്ട് ഡയറക്ഷൻ, മേക്കപ്പ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ ഗ്രേറ്റ് എഫേർട്ട് വളരെ നന്നായിരുന്നു. ആസിഫ് അലിയുടെ ആക്ടിംഗ് വേറിട്ടൊരു രീതിയിൽ പ്രസന്റ് ചെയ്ത സിനിമ കൂടിയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു സിനിമയും വലിയൊരു ഓഡിയൻസിനെ കവർ ചെയ്യാനോ തൃപ്തിപ്പെടുത്താനോ കഴിഞ്ഞില്ല എന്നാണ് സത്യം. 3ാം സ്ഥാനത്ത് ഗഗനാചാരി. 2024 റിലീസായ സയൻസ് ഫിക്ഷൻ കോമഡി മോക്യുമെന്ററി സിനിമയായിരുന്നു ഇത്. അരുൺ ചന്തുവിന്റെ ഡയറക്ഷനിൽ വന്ന ഗഗനാചാരി ഫ്യൂച്ചർ ഓറിയന്റഡ് ആയ ഒരു സിനിമ കൂടിയായിരുന്നു. മലയാള സിനിമയെ ഒരുപക്ഷെ മറ്റൊരു സ്റ്റേജിലോട്ട് അപ്ഡേറ്റ് ചെയ്യാൻ സഹായിച്ചൊരു സിനിമ കൂടിയായിരുന്നു ഇത്. അനാർക്കലി മരിക്കാറും ഗോകുൽ സുരേഷും അജുവും KB ഗണേഷ് കുമാറും ഒക്കെ കിടിലൻ അഭിനയം തന്നെയായിരുന്നു. 2040 3 ആളുകൾ ഒരു അന്യഗ്രഹ ജീവിയെ കണ്ടുമുട്ടുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് സിനിമയുടെ കഥ. ചിലർക്ക് വർക്കൗട്ട് ആവാതെ അല്ലെങ്കിൽ മനസ്സിലാവാതെ വന്നപ്പോൾ ഇത്രയും നല്ല സിനിമയും അണ്ടർ റേറ്റഡ് ആയി. 2ാം സ്ഥാനത്ത് കമ്മാര സംഭവം. 2018 രതീഷ് അമ്പാട്ടിന്റെ ഡയറക്ഷനിൽ വന്ന ആക്ഷൻ ത്രില്ലർ സിനിമയായിരുന്നു കമ്മാര സംഭവം. ദിലീപ് നായകനായി വന്ന കമ്മാര സംഭവം തിയേറ്ററിൽ വലിയ ഓളം ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീട് വലിയ ചർച്ചകൾക്ക് വിധേയമായ സിനിമ കൂടിയായിരുന്നു. അക്കാലത്ത് മലയാളത്തിൽ അണ്ടർ റേറ്റഡ് എന്ന് വിളിക്കപ്പെട്ട് പിന്നീട് ഓവർ റേറ്റഡ് ആയ സിനിമ കൂടിയായിരുന്നു ഇത്. ആദ്യം ചീത്ത വിളിപ്പിച്ച ആളുകളെ കൊണ്ട് തന്നെ പിന്നീട് നല്ലതെന്ന് പറയിപ്പിച്ച സിനിമ കൂടിയായിരുന്നു കമ്മാര സംഭവം. 1ാം സ്ഥാനത്ത് ദേവദൂതൻ. 2000 സിബി മലയിലിന്റെ ഡയറക്ഷനിൽ വന്ന ഒരു ഹൊറർ മിസ്റ്ററി സിനിമയായിരുന്നു ദേവദൂതൻ. മോഹൻലാൽ പ്രധാന റോൾ ചെയ്ത സിനിമ തിയേറ്ററിൽ ആളുകൾ കാണാതെ പോവുകയും പിന്നീട് ഒത്തിരി വാല്യൂള്ള സിനിമയെന്ന് വില കൽപ്പിക്കുകയും ചെയ്ത സിനിമ കൂടിയാണ്. വിദ്യാസാഗറിന്റെ മ്യൂസിക്കിൽ വന്ന ദേവദൂതൻ റിലീസ് ചെയ്തപ്പോൾ വളരെ ആഘോഷമാക്കിയ സിനിമ കൂടിയായിരുന്നു. അക്കാലത്ത് ഒത്തിരി കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സിനിമ ഇന്ന് ഒത്തിരി കയ്യടികൾ വാങ്ങുകയും ചെയ്തു. മലയാളം അണ്ടർ റേറ്റഡ് സിനിമകളിൽ ഉറപ്പായും കണ്ടിരിക്കേണ്ട സിനിമ കൂടിയാണ് ദേവദൂതൻ. ഇപ്പറഞ്ഞ ലിസ്റ്റിനും പുറമെ ഒത്തിരി നല്ല സിനിമകൾ മലയാളത്തിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുണ്ട്. ആ ഒരു സിനിമ എന്തുകൊണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയി, അല്ലെങ്കിൽ അർഹിച്ച അംഗീകാരം ലഭിക്കാതെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയ സിനിമ ഏതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.